നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. Nios +2 2022 ഏപ്രിൽ ബാച്ചിൻ്റെ എക്സാം ആരംഭിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹിസ്റ്ററി എന്ന സബ്ജക്റ്റിലെ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അതുപോലെ ഇനി നമുക്ക് മാപ്പും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങളിൽ പലരും ചോദിച്ചു ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾക്കായി ഞാൻ നിങ്ങൾക്കായി ഒരു ചാനൽ പരിചയപ്പെടുത്തുകയാണ്. ക്യാച്ച് ആൻഡ് സ്പൈസി ഇംഗ്ലീഷ് എന്നാണ് ചാനലിൻ്റെ പേര്. ശ്രീധന്യ എന്ന് പറയുന്ന ടീച്ചറാണ് അതിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇപ്പോൾ ടീച്ചർ നിങ്ങളുടെ Nios +2 ഗ്രാമറാണ് ടീച്ചർ അതിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് അതിൽ ടീച്ചർ ചെയ്യുന്നത്. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ടീച്ചർ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ ടീച്ചറിൻ്റെ ചാനൽ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ടീച്ചറിനെയും സപ്പോർട്ട് ചെയ്യുക. ടീച്ചറിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഹിസ്റ്ററിയിൽ നിന്നുള്ള 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ഗൗതം ബുദ്ധ ഡെലിവർ ഹിസ് ഫസ്റ്റ് സെർമൺ? വാട്ട് ഈസ് ദ ഈവൻറ്റ് നോൺ ആസ്? അതായത് ഗൗതമ ബുദ്ധ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയതോ ആ ഈവൻറ്റിനെ അറിയപ്പെടുന്ന പേര് എന്താണ്? ബോധഗയയുടെ വടക്ക് സാരനാഥിലെ ഒരു ഡിയർ പാർക്കിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? 11-ാം നൂറ്റാണ്ടിൽ ആദ്യ പ്രഭാഷണം നടത്തുന്നത്. അതിനെ ധർമ്മ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻറ്റ് ബൈ മെസോലിത്തിക് ഏജ്? എന്താണ് മെസോലിത്തിക് ഏജ്? നമുക്കറിയാം പ്രാചീന ശിലായുഗത്തിനും നവീന ശിലായുഗത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടം അല്ലേ, അതിനെയാണ് മെസോലിത്തിക് ഏജ് എന്നറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ മൺപാത്രങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രാചീന ശിലായുഗത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് തുണിത്തരങ്ങളുടെ ഉപയോഗം, ഇങ്ങനെയുള്ള ഒരു ചേഞ്ചിലേക്ക് വന്ന കാലഘട്ടമായിരുന്നു ഇത്. രണ്ടാമത്തെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനാണ്. മൂന്നാമത്തേത്, വൈ ഈസ് ദ അഡ്വെൻറ്റ് ഓഫ് ബാബർ ഇൻ ഇന്ത്യ 5026 കൺസിഡേർഡ് സിഗ്നിഫിക്കൻറ്റ്? 1526 ബാബറിൻ്റെ വരവ്, ഇന്ത്യയിലേക്കുള്ള വരവ് ഒരു പ്രത്യേക കാലഘട്ടം അല്ലെങ്കിൽ ഒരു വഴിത്തിരിവാണ് ആ രീതിയിൽ തോന്നുന്നത് അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം മുഗൾ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു ആരെന്ന് പറയുന്നത് ബാബർ. അദ്ദേഹം ഒന്നാം പാനിപ്പട്ട് യുദ്ധം അല്ലേ, 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധം നടക്കുന്നതും അതിനുശേഷമാണ് മുഗളന്മാർ എന്ത് ചെയ്യുന്നത്, മുഗൾ ഭരണം ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. അതാണ് ബാബറിൻ്റെ വരവ്, ഇന്ത്യയിലേക്കുള്ള വരവ് 1526 ഇന്ത്യയിലേക്കുള്ള വരവ് ഒരു പ്രത്യേക കാലഘട്ടം അല്ലെങ്കിൽ വഴിത്തിരിവായി പ്രത്യേകതയുള്ളതായി കണക്കാക്കപ്പെടുന്നത്. അത് ചാപ്റ്റർ 10 ക്വസ്റ്റ്യനാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദ ന്യൂ കോൾഡ് വാർ ഡിഫറെൻറ്റ് ഫ്രം ദ ഏർലിയർ കോൾഡ് വാർ? നമുക്കറിയാം ശീതസമരം. അപ്പോൾ പഴയ കാലത്തെ ശീതസമരത്തിൽ നിന്നും പുതിയ കാലത്തെ ശീതസമരം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മൊഡ്യൂൾ 5 ചാപ്റ്റർ 25 ശീതസമരത്തെക്കുറിച്ച്. അത് കുറച്ച് വ്യക്തമായിട്ട് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കേണ്ടതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ആൻഡ് വൈ ഹൂം വാസ് ക്രിസ്ത്യാനിറ്റി ബ്രോട്ട് ടു ഇന്ത്യ? എന്ന് ആരാണ് ക്രിസ്തുമതം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്? നമുക്കറിയാം CE 52 അല്ലേ ആണ് യേശുവിൻ്റെ അപ്പോസ്തലന്മാരിൽ ഒരാളായ സെൻറ്റ് തോമസ് ആണ് ഇന്ത്യയിലേക്ക് ക്രിസ്തുമതം കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ, ടു കമമറേറ്റ് വിച്ച് ഈവൻറ്റ് വാസ് ദ ബുലന്ദ് ദർവാസ ബിൽറ്റ് ബൈ അക്ബർ? അക്ബർ ചക്രവർത്തി ഏത് സംഭവത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ബുലന്ദ് ദർവാസ നിർമ്മിച്ചത് എന്നാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, 1575 AD ഗുജറാത്തിനുമേൽ കൈവരിച്ച വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഗിവ് ദ നെയിംസ് ഓഫ് 2 ഫിലോസഫിക്കൽ ബുക്സ് റിട്ടൺ ബൈ ദാരാ ഷിക്കോ? ദാരാ ഷിക്കോ രചിച്ച 2 ബുക്കിൻ്റെ പേരുകളാണ് മജ്മാ ഉൽ ബഹ്റൈൻ അതുപോലെ സാരി അക്ബർ. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ രചനകളാണ്. നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ക്യാബിനറ്റ് മിഷൻ സെൻറ്റ് ടു ഇന്ത്യ ഇൻ മാർച്ച് 1946? 1946 മാർച്ചിൽ എന്തിനാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് എന്നുള്ളതാണ്. അത് 21ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ് ഒൻപതാമത്തേത്, സ്റ്റേറ്റ് എനി സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി മെഗലിത്തിക് കൾച്ചേഴ്സ് ഫൗണ്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ശിലാനിർമ്മിത സംസ്കാരം, മെഗലിത്തിക് കൾച്ചർ, ശിലാനിർമ്മിത സംസ്കാരത്തെക്കുറിച്ച് ഏതെങ്കിലും ഫീച്ചേഴ്സ്, അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് എഴുതാനുള്ള ക്വസ്റ്റ്യനാണ്. അത് ചാപ്റ്റർ 2 രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ പല്ലവാസ് വെയർ ഫേമസ് ഫോർ 2 ഡിസ്റ്റിങ് സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ബിൽഡിംഗ്. വാട്ട് ആർ ദേ? ഗീവ് എക്സാമ്പിൾസ്. അപ്പോൾ ഈ
പല്ലവ രാജവംശത്തെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. പല്ലവന്മാർ ടെമ്പിൾ ബിൽഡിങ്ങിൽ അല്ലേ അവരുടേതായ സ്റ്റൈലുകൾ 2 അത് ഏതൊക്കെയാണ് എന്ന് എഴുതാനാണ്, അതിന് എക്സാമ്പിൾ എഴുതാനായിട്ടും ഉണ്ട്. അത് 10ാമത്തെ ക്വസ്റ്റ്യൻ ചാപ്റ്റർ 8 നിന്നുള്ളതാണ്. 11 ഹൗ ആർ സമ ആൻഡ് സിയാറത്ത് റിലവൻറ്റ് ഇൻ സൂഫിസം. സൂഫിസവുമായി ബന്ധപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് സമ ആൻഡ് സിയാറത്ത്. ഇത് അവരുടെ ആരാധനയ്ക്ക് പറയുന്ന പേരാണ്. അത് ചാപ്റ്റർ 14ാമത്തെ ചാപ്റ്ററിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ ഡസ് ഗ്ലോബലൈസേഷൻ മീൻ വെസ്റ്റേണൈസേഷൻ? ഗിവ് ആർഗ്യുമെൻറ്റ്സ് ഫോർ യുവർ ആൻസർ. ഗ്ലോബലൈസേഷൻ നമുക്കറിയാമല്ലേ, ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടത്. വെസ്റ്റേണൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പാശ്ചാത്യവൽക്കരണം. എന്താണ് പാശ്ചാത്യവൽക്കരണം? നമുക്കറിയാം, നിർബന്ധിതമായോ അല്ലാതെയോ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലുള്ള സമൂഹങ്ങളും രാജ്യങ്ങളും എല്ലാം പടിഞ്ഞാറൻ യൂറോപ്പിലെ ആചാരങ്ങളും സംസ്കാരങ്ങളും ഒക്കെ സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ വെസ്റ്റേണൈസേഷൻ അല്ലെങ്കിൽ പാശ്ചാത്യവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളെല്ലാം തന്നെ പതിയെ അവരറിഞ്ഞോ അറിയാതെയോ എന്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്? പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് അവരുടെ സംസ്കാരങ്ങളോ ആചാരങ്ങളോ ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഗോളവൽക്കരണം നമുക്കറിയാം, ലോകം മുഴുവൻ ഒരു കുടക്കീഴിൽ അല്ലേ. അപ്പോൾ ആഗോളവൽക്കരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അതിൻ്റെ ഫലമായി ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി പാശ്ചാത്യവൽക്കരണം ലോകത്തിൻ്റെ ഭൂരിഭാഗത്തും എത്തിക്കഴിഞ്ഞു. അത് ചാപ്റ്റർ 26 അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. 13ാമത്തെ ക്വസ്റ്റ്യൻ നെയിം 2 ഇമ്പോർട്ടൻറ്റ് ലിറ്റററി സോഴ്സസ് ഓഫ് മൗര്യൻ ഹിസ്റ്ററി. മൗര്യ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എഴുതപ്പെട്ട അല്ലെങ്കിൽ ലിഖിതപരമായിട്ടുള്ള സോഴ്സസ്, ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? അത് ചാപ്റ്റർ 6 നിന്നുള്ള ക്വസ്റ്റ്യനാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ വൈ ഈസ് ദ അയൺ പില്ലർ അറ്റ് മെഹ്റോലി ഇൻ ഡൽഹി വെൽ നോൺ? എങ്ങനെയാണ് അയൺ പില്ലർ അല്ലേ, ഡൽഹിയിലെ മെഹ്റോലിയിലെ അയൺ പില്ലർ അറിയപ്പെടുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഫേമസ് ആയതിൻ്റെ കാരണം? അത് ചാപ്റ്റർ 7 നിന്നുള്ളതാണ്. ചന്ദ്രഗുപ്തൻ നിർമ്മിക്കുന്നതാണല്ലേ, അത് ചന്ദ്രഗുപ്തൻ നിർമ്മിച്ചതാണ്. 375 മുതൽ 415 CE ആ കാലഘട്ടത്തിലാണ് ചന്ദ്രഗുപ്തൻ ഇത് നിർമ്മിക്കുന്നത്. നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ മിഡീവൽ ഇന്ത്യ വാട്ട് വാസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഖേത് ബതായി ആൻഡ് ലാൻഡ് ബതായി? എന്താണ് മധ്യകാല ഇന്ത്യ? അതിൽ ഖേത് ബതായി അതുപോലെ തന്നെ ലാൻഡ് ബതായി എന്ന് പറഞ്ഞാൽ എന്താണ്? ഖേത് ബതായി എന്ന് പറഞ്ഞാൽ വയലിൽ തന്നെ വിളവ് വിഭജിക്കുന്ന രീതിയാണ്. പാടത്തിൻ്റെ വിഭജനം അടയാളപ്പെടുത്തിക്കൊണ്ട് വയലിൽ വെച്ച് തന്നെ അതിൻ്റെ വിളവും വിഭജിക്കുന്ന രീതിയാണ്. അതേസമയം ലാൻഡ് ബതായിലാണെങ്കിൽ വിളവ് അടുക്കി കൂമ്പാരമാക്കി വെട്ടി ധാന്യം വേർതിരിക്കാതെ വിഭജിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലാൻഡ് ബത്തായി എന്നുണ്ട്. അത് ചാപ്റ്റർ 13 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് 16ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മെൻ ബൈ അപ്പീസ്മെൻറ്റ് പോളിസി? നമുക്കറിയാം പ്രീണന നയം അല്ലേ, അപ്പീസ്മെൻറ്റ് പോളിസി മീൻസ് പ്രീണന നയം. 1930കളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ സ്വീകരിച്ച ഒരു വിദേശ നയമാണ് അപ്പീസ്മെൻറ്റ് പോളിസി എന്ന് അറിയപ്പെടുന്നത്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ചാപ്റ്റർ 24 പറയുന്നുണ്ട്. നെക്സ്റ്റ് 17ാമത്തത് വിച്ച് റീജിയൻ ഈസ് ദ ഡെക്കാൻ വാസ് നോൺ ആസ് ദി റൈസ് ബൗൾ ഓഫ് സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയുടെ റൈസ് ബൗൾ എന്നറിയപ്പെടുന്നത് ഏത് പ്രദേശമാണ്? ആന്ധ്രാപ്രദേശാണെന്ന് നമുക്കറിയാം. 18ാമത്തേത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ചൈത്യ ആൻഡ് വിഹാര. എന്താണ് ചൈത്യയും വിഹാര അത് തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാനാണ്. നമുക്കറിയാം ബുദ്ധ മതവുമായി ബന്ധപ്പെട്ട ബുദ്ധൻ്റെ ആ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണിത്. വിഹാര എന്ന് പറഞ്ഞാൽ അവർ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലവും ചൈത്യാസ് എന്ന് പറഞ്ഞാൽ അവരുടെ ചർച്ചകൾക്ക് വേണ്ടിയുള്ള സ്ഥലത്തിനെയാണ് ചൈത്യാസ് എന്നും അറിയപ്പെടുന്നത്. നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ വൈ ഈസ് സൈനുൽ അബിദിൻ റിഗാർഡഡ് ആസ് ദ അക്ബർ ഓഫ് കാശ്മീർ? എന്തുകൊണ്ടാണ് സൈനുൽ അബിദിൻ അദ്ദേഹത്തെ കാശ്മീരിലെ അക്ബർ എന്ന് അറിയപ്പെടുന്നത്? നമുക്കറിയാം കാശ്മീരിലെ 8ാമത്തെ സുൽത്താനാണ് സൈനുൽ അബിദിൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഏകദേശം 50 വർഷക്കാലം ഭരിച്ച വളരെ ചുരുക്കം ചില ഭരണാധികാരികളിൽ ഒരാളായിരുന്നു. തൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനായി അദ്ദേഹം ഒരുപാട് നടപടികൾ സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു ലിബറലായിട്ടുള്ള മതനയം തന്നെ ഉണ്ടായിരുന്നു. സാഹിത്യം, കല, വാസ്തുവിദ്യ എന്നിവയെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കാശ്മീരിലെ അക്ബർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്ന് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത് കേട്ടെഴുതാവുന്നതാണ്. അപ്പോൾ കാശ്മീരിലെ 8ാമത്തെ സുൽത്താനാണ്. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്.
ഏകദേശം 50 വർഷക്കാലത്തോളം ഭരിച്ച വളരെ ചുരുക്കം ഭരണാധികാരികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. തൻ്റെ പ്രജകളുടെ ക്ഷേമത്തിനായി ഒരുപാട് നടപടികൾ അദ്ദേഹം സ്വീകരിച്ചു. പല നടപടികൾ ജനക്ഷേമം, ഏറ്റവും കൂടുതൽ ജനക്ഷേമം മുൻനിർത്തിയുള്ളതായിരുന്നു. അദ്ദേഹത്തിന് ഒരു ലിബറലായിട്ടുള്ള മത നയമുണ്ടായിരുന്നു. സാഹിത്യം, കല, വാസ്തുവിദ്യ എന്നിവയെ അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ കാശ്മീരിലെ അക്ബർ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ എക്കണോമിസ്റ്റ് കാൾ സം ഏഷ്യൻ കൺട്രീസ് ലിറ്റിൽ ഡ്രാഗൺസ് ഫ്രം 1970 ഓൺവേർഡ്സ്? 1970 ശേഷം അതിനിപ്പുറത്തേക്ക് ചില സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ചില ഏഷ്യൻ രാജ്യങ്ങളെ ലിറ്റിൽ ഡ്രാഗൺസ് എന്ന് വിളിക്കാനുള്ള കാരണം. അത് ചാപ്റ്റർ 22 നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ എനി 2 കോസസ് ഓഫ് ദ ഫെയിലിയർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. 1857 റിവോൾട്ട്, വിപ്ലവം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ. അത് നമ്മൾ ചാപ്റ്റർ 16 1857 വിപ്ലവത്തെക്കുറിച്ചുള്ള ചാപ്റ്റർ ചാപ്റ്റർ 16 22ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻറ്റ് ബൈ സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ്? നമുക്കറിയാം സ്വദേശി പ്രസ്ഥാനം, അതുപോലെ ബഹിഷ്കരണ, ബോയ്ക്കോട്ട് ചെയ്യുക അല്ലേ, ആ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് എഴുതാനായിട്ടുള്ളത്. അത് ചാപ്റ്റർ 21 21ാമത്തെ ചാപ്റ്ററിൽ നിന്നും ഉള്ളതാണ്. അപ്പോൾ ഇത്രയും 22 ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യനാണ്? 2 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് എന്നുള്ളിടത്ത് ഞാൻ 22 ക്വസ്റ്റ്യൻ നിങ്ങൾക്കായി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒന്ന് നോക്കി വയ്ക്കുക. 4 ക്വസ്റ്റ്യൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ ബാക്കി കുറച്ചുകൂടി പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പറ്റാത്തവർ ഇത്രയെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്